വെൽക്കം ടു ചിത്താവേ ഡിലൈറ്റ്സ്. ഇതിപ്പോ നിങ്ങൾ ഓഫീസ് ഡ്യൂട്ടിക്കായാലും ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ജ്വല്ലറി ആയിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഇയർ റിങ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഞാൻ ടെമോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറി ബോക്സ് ആണ്. ജ്വല്ലറി ബോക്സ് മീൻസ് ഇയർ റിങ്സ് സെറ്റ് ചെയ്യുന്ന ഒരു ജ്വല്ലറി ബോക്സ് ആണ്. ഞാൻ ഇവിടെ നിന്നത് 14 റിയാലിനാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ജ്വല്ലറി ബോക്സ് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ടെമോയിൽ ഇത് വരും. സൗദിയിൽ മോസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ടെമോ. നമ്മുടെ നാട്ടിലെ മീഷോ ഒക്കെ പോലെ മീഷോയിലും ഉണ്ടാകും. ഈ ഇയർ റിങ്സ് ഒക്കെ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിംഗ് ടൈപ്പ് ഇയർ റിങ്സ് ഒക്കെ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ഇപ്പം ടെമോയിലാണ് ഇതുള്ളത്. ടെമോയിൽ ജസ്റ്റ് ഒന്ന് റിംഗ് ടൈപ്പ് ഇയർ റിങ്സ് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം വരും. ഞാൻ ഇതിന് സെപ്പറേറ്റ് ലിങ്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ടെമോ ഇപ്പം ഓൾമോസ്റ്റ് അബ്രോഡിലുള്ള എല്ലാവർക്കും ടെമോ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. നാട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലുള്ള ഒരുപാട് ഇയർ റിങ്സ് കാണാൻ പറ്റും. അപ്പോൾ സെപ്പറേറ്റ് ലിങ്കിന് കമന്റ് ചെയ്യുക അങ്ങനെയുള്ള ആവശ്യമൊന്നും. യൂട്യൂബിൽ ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ ലിങ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരു വലിയ സപ്പോർട്ടും ആയിരിക്കും അത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇയർ റിംഗ് കളക്ഷനിലേക്ക് പോവാം. ഈ സ്റ്റാൻഡ് തന്നെ നിങ്ങളെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തണം. ഈ സ്റ്റാൻഡ് ഒരു 5 ലെയേഴ്സ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അതായത് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഇപ്പൊ വളകള് മാലകള് അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ ആണ് കേട്ടോ ഇത്. നിങ്ങളെ ഞാനിപ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഇയർ റിങ്സ് പരിചയപ്പെടുത്താം. ഇയർ റിങ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, ഡയമണ്ട് റെപ്ലിക്ക് പോലെ വരുന്ന ഒരു ഇയർ റിങ് ആണ് കേട്ടോ. 8 റിയാൽ ഓർ 9 റിയാലാണ് ഇതിന് ഡെമോ ഈടാക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇങ്ങനെയാണ് നമുക്ക്. അത് അധികം ഹെവി ഒന്നും അല്ല, എന്നാൽ അതങ്ങനെ അത്ര മിനിമലായിട്ട് കാണാൻ വേണ്ട. കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഇയർ റിംഗ് ആണ്. എനിക്ക് കൂട്ടത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇയർ റിങ്സ് ആണിത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഇയർ റിംഗ് ആണ്. മൾട്ടി കളർ ആയിട്ടുള്ള ഇയർ റിംഗ് ആണ്. ഇതില് നിറയെ ഒരു പിങ്ക്, ബ്ലൂ, കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ, ലൈറ്റ് പിങ്ക്, അങ്ങനെ കുറേ മൾട്ടി കളേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇയർ റിംഗ് ആണ്. ഇതും ഒരു 2 or 3 റിയാലിന് ഞാൻ വാങ്ങിയതാണ്. ടെമോന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ അടുത്ത് മോസ്റ്റ് ഓഫ് ദി സാധനങ്ങളും ടെമോന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. കണ്ടോ, ഭയങ്കര സിമ്പിൾ ലുക്കാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഇയർ റിങ്സ് കണ്ടില്ലേ. അപ്പോ ഈ 2 റിങ്സ് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ മുഖം കുറച്ച്, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും, കോഴിമുട്ട പോലെയുള്ള മുഖമാണ്. പക്ഷെ റിങ്സ് ഇടുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതലും റിങ്സ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇയർ റിങ്സ് വന്നിട്ട് ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറെ ആയി എൻ്റെ കയ്യിൽ ഇതുണ്ട്. ഇതങ്ങനെ നശിച്ചു പോകുന്നില്ല. ഇങ്ങനെ ഇട്ട് കിടന്ന് അങ്ങനെ കുറെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ ഇത് നശിച്ചു പോവുള്ളൂ. തേർഡ് ഈ ഒരു ഇയർ റിംഗ് ആണ്. ഇതൊരു ഓവൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ കളർ ഇയർ റിംഗ് ആണ്. ഇത് ഏകദേശം ഒരു 7 റിയാലോളമേ എനിക്ക് ആയിട്ടുള്ളൂ. നാട്ടിലെ 7 റിയാൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 150 റുപ്പീസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുക. ഇങ്ങനെയുള്ള ഇയർ റിങ്സ് എനിക്ക് പൊതുവേ ചേരുമെന്നുള്ളൊരു തോട്ടുണ്ട്. നോക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ട് ഇവിടെ ഫുൾ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ. നല്ല തിളക്കമുണ്ട് അത്യാവശ്യം. നമുക്ക് എവിടെങ്കിലും പോകുമ്പോൾ മിനിമലായിട്ട് പോയാലും നമ്മുടെ ഇയർ റിങ്സിലോട്ട് ഒരു നോട്ടം കിട്ടും. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഇയർ റിങ്സ് ആണ്. കാണാലോ അല്ലെ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഇയർ റിംഗ് ആണ്. ഇതൊരു റോസ് ഗോൾഡ് ഷെയ്ഡ് ആണ് കേട്ടോ. കാഴ്ചയിൽ എനിക്ക് ഇത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഒരു എക്സ്പെരിമെന്റിൽ പോലെ തന്നെ വാങ്ങിയതാണ്. പക്ഷെ ഇട്ടപ്പം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതും അതുപോലെ തന്നെ വലിയ ഹെവി ലുക്കൊന്നും അല്ല, പക്ഷെ എന്നാൽ നമുക്ക് ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇയർ റിങ്സും കൂടിയാണ്. ഇത് ഞാൻ ടെമോന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10 റിയാലിന് താഴെ തന്നെയാണ് ഇതിന് റേറ്റ് വരിക. എന്റെ കയ്യിലിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും 10 റിയാലൊന്നും പോവില്ല. അതായത് നാട്ടിൽ 220, 230 അതിന് താഴെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊന്ന് വരുന്നത് ഇങ്ങനെയാണ്. അതായത് നോക്കി കഴിയുമ്പോൾ കാണാം ഒരു സെറ്റ് ഓഫ് സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് കേട്ടോ. ഒരു സെറ്റ് ഓഫ് സ്റ്റോൺസ് ഈ ഒരു ഇങ്ങനെ ഒരു 6 ആഗ് മോഷനിൽ പോയിട്ടുണ്ട്.
അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകൾ. എന്റെ കയ്യിലിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദി റിങ്സ് ഒക്കെയും ഡയമണ്ട് അല്ലെങ്കിൽ ഒരു സിൽവർ മോഡൽ ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് വരിക. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകുമൊന്നുമില്ല. ഇപ്പൊ റിങ് ചേരുന്ന ഒരു മുഖമാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് റിങ്സും വാങ്ങിയിടാം. അതില് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസൈൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ മുഖത്തിന് ചേരുന്ന ഒരേ ഒരു ആകൃതിയല്ലേ ഉള്ളൂ. ഇപ്പൊ റിങ്സ് ചേരുന്ന ഒരു ഫേസിന് ഏത് ടൈപ്പ് റിങ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടില്ല, ഒരു ലൈൻ ഇല്ലാതെയുള്ള ഒരു ഇയറിങ് എന്റെ കയ്യിൽ വേറെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ. ഇതും ഫുള്ള് വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതിടുമ്പോഴും നമുക്ക് രണ്ടും ഏകദേശം സെയിം ലുക്കാണ്. സൂക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളത് അറിയുള്ളൂ. ഇത് ഏകദേശം 3 to 4 റിയാൽ തന്നെയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ഇങ്ങനെ പേള് വന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. എന്റെ അടുത്ത് ഈ പേള് വന്നിട്ടുള്ളത് 2 ടൈപ്പ് ഉണ്ട്. അതും ഇതുപോലെ, ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇത് ഡബിൾ ലെയർ ആണ്. അതും സ്റ്റോൺസ് ഇങ്ങനെ വന്നിട്ട് ഡബിൾ ലെയർ വന്നിരിക്കുകയാണ്. അല്ലാതെ തന്നെ എന്റെ കയ്യിൽ ഇതിന്റെ ട്രിപ്പിൾ ലെയർ വരുന്ന ഒരു ഇതും കൂടി ഉണ്ട്, റിങ്സും കൂടി ഉണ്ട്. പേളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഒറിജിനൽ പേളിന്റെ ലുക്കാണ് ഇതിന്. അല്ലാതെ ഇതൊരു ലോക്കൽ ലുക്കൊന്നും നമുക്ക് തരുന്ന ഒരു ഇയറിംഗ് അല്ല. പേൾസ് ഒക്കെ കണ്ടാൽ നമുക്ക് ഒറിജിനൽ ആണോ ഈ പേള് എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള പേൾസ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ഇട്ട് കഴിയുമ്പോഴും ലുക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ എന്തിനാ വാങ്ങിയതെന്ന് ചോദിച്ചാൽ എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ വാങ്ങി വെക്കുന്നതാണ്. എന്നാ പിന്നെ ഒന്ന് വാങ്ങിക്കൂടായിരുന്നോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും. വേറെ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഞാനും ചോദിക്കും ഇതിപ്പോ ഒന്ന് വാങ്ങിയാൽ പോരെയെന്ന്. പക്ഷെ ഇതിട്ട് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് വരിക. ഇതിപ്പോ ഈ ഒരു അറ്റയറിനോട് ഓക്കെ അല്ല, ബട്ട് വേറെ ഏതെങ്കിലും ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇത് സൂറ്റബിൾ ആയിരിക്കും. ഇതിപ്പോ ഞാനൊരു ടീഷർട്ട് അല്ല ഇട്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് അടുത്ത് കാണാൻ വേണ്ടിയിട്ടും വേറെ ഏതെങ്കിലും ഡിസൈൻസ് ഉള്ള കുർത്തീസോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഇതായിട്ട് ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. നോക്ക്, ഒരു ഡബിൾ ലെയർ വന്നിട്ട് സ്റ്റോൺസ് ആണ്, അതും വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒറിജിനൽ പേൾ ആണ്. ലുക്ക് ലൈക്ക് അത് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു ലോക്കൽ ഫീൽ ഇത് തരുന്നില്ല. ഇനിയും നമുക്ക് ഡബിൾ ലെയറിന്റെ ഇത് കാണാം. മുമ്പ് നമ്മൾ കണ്ടത് ട്രിപ്പിൾ ലെയർ ആയിരുന്നു. ഡബിൾ ലെയർ ഇടുമ്പോഴും ആ ഒരു തിക്നെസ് കുറച്ച് കുറയും, അല്ലാതെ ആ ഒരു നോർമൽ ലുക്ക് തന്നെയാണ് അതിന് കിട്ടുക. ഇനി എൻ്റെ അടുത്ത് ഒരു ഓവൽ ഷേപ്പ് സ്റ്റോൺസ് വരുന്ന ഇങ്ങനെ ഒരു ഇയറിംഗ് ഉണ്ട്. ഇതിപ്പം സെക്കൻഡ് സ്റ്റഡ് ഒന്നും കൊടുത്താത്തവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഇയറിംഗ്. ഇത് ജസ്റ്റ് ഇവിടേക്ക് വെക്കുമ്പോൾ തന്നെ ഇയർ ഫില്ലാവും. അപ്പം എനിക്കിപ്പം 2-3 കുത്തിയിട്ടുണ്ട്. അങ്ങനെ കുത്തിയിട്ടില്ലാത്ത ഒരാളാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതിപ്പോ ഇവിടെ ഒരെണ്ണമൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഇട്ട് നോക്കാറുണ്ട്. ഇതിപ്പോ ഞാൻ ഇവിടെ ഒന്ന് ഇട്ട് കാണിക്കാം. ഇട്ട് കാണിക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് ഇത്രയും അങ്ങ് കവർ ചെയ്ത് പോകും. ഈ ഒരു ഇത്രയും പോർഷൻസ് കവർ ചെയ്യും. എന്റെ സെക്കൻഡ് സ്റ്റഡ് കൂടി മറയുന്ന രീതിക്ക് ഇതിങ്ങനെ ആവും. ഇത് ഒരു 3 to 4 റിയാൽ ആ ഒരു റേഞ്ചേ ഉള്ളൂ. മുകളിലൊക്കെ കുത്തിയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ എല്ലാരും ബുഗാടി ഒക്കെ കുത്തിയിട്ടുണ്ടല്ലോ. ഇതിപ്പം മുകളിലുള്ള ഇപ്പൊ മുകളിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്, നിങ്ങൾ കുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കും. കൊള്ളാം, നല്ലതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങൾക്ക് ചെറിയ ചെവിയാണ്, അതെല്ലാം അധികം ബ്രോഡായിട്ടുള്ള ചെവി അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇയറിംഗ് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റാണ്. കണ്ടില്ലേ, ഇങ്ങനെ ചെറിയൊരു വളയം മാത്രം വന്നിട്ട് ഇതും ഡെയിലി യൂസിനൊക്കെ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. ഇതും നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇട്ട് കഴിയുമ്പം അധികം അങ്ങോട്ട് ഒട്ടും ഹെവി അല്ല, അധികം നല്ല ഒട്ടും ഹെവി അല്ല ഒന്നുമില്ല. ഈ ഒരു വട്ടത്തിൽ മാത്രം ജസ്റ്റ് അവർ കല്ല് ഫിൽ ചെയ്തിട്ടുണ്ട്. അതൊരു വൈറ്റ് സ്റ്റോൺസ് ആണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇത് എനിക്ക് കുറച്ച് നഷ്ടമായിരുന്നു. കാര്യം ആ സമയത്ത് ഞാൻ ടെമ്മുവിൽ പർച്ചേസ് ഒന്നും നടത്തുന്ന ഒരാളല്ലായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ഒരു 25 റിയാലിനാണ്, നാട്ടിലൊരു 500 രൂപയ്ക്കും കണ്ട് വാങ്ങിയതാണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് നഷ്ട കേസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നടുക്കുള്ള പേള് കുറച്ചുകൂടി നല്ലതാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞതെങ്കിലും എനിക്ക് ഈ പേൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇത് അതുപോലെ ഒരു പേളാവാനേ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും പിന്നെ പേളിനൊക്കെ ഭയങ്കര വിലയല്ലേ, 500 രൂപയ്ക്കൊന്നും പേള് കിട്ടില്ലല്ലോ. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കമ്മലാണ് കേട്ടോ. ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്തുള്ളത് സ്മോൾ റിങ്സ് ആണ്. ഇത് ഒരു റോസ് ഗോൾഡ് പോലെയുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൽ 3 ലെയർ ആയിട്ട്
വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ്. എനിക്ക് കൂടുതലും വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ഇഷ്ടം. അത് കുറച്ചുകൂടി നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു നൈസ് ലുക്ക് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ വേറെ മഞ്ഞ പച്ച കളറൊന്നും അത്ര ഇഷ്ടമല്ല. അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ഒരു വൈറ്റ് സ്റ്റോൺ തന്നെ വന്നിട്ടാണ്. ഇതൊരു ഗോൾഡ് ഷെയ്ഡ് അല്ല, റോസ് ഗോൾഡ് ഷെയ്ഡ് തന്നെയാണ്. എന്റെ കയ്യിൽ റോസ് ഗോൾഡിന്റെ ആ ഒരു 2 ഇയറിങ്സ് തന്നെയാണ് ഉള്ളത്. ഇത് തീരെ ചെറുതാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു ഇയറിംഗ് കൂടിയാണിത്. ഒട്ടും ഹെവി അല്ല, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് തരുന്ന ഒരു ഇയറിങ്സ് ആണിത്. ഇത് വേറൊരു ടൈപ്പ്. ഇത് എത്ര ഡെയിലി യൂസിന് പറ്റിയ ഒരു സാധനമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് വേറൊരു ലുക്ക് വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇത് 2 സെപ്പറേഷൻ ആണ്. അതായത് ഇതിങ്ങനെ ഊരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 1 പേൾ ആണ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ താഴെ 3 പേൾസ് ആണ്. കണ്ടില്ലേ? ഇതിങ്ങനെ നമ്മൾ ഊരി കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ബാക്കിലെ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്കിത് രണ്ടാക്കാം. കണ്ടില്ലേ? ഈ ഒരു സാധനം അഡീഷണൽ ആണ്. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പേൾ ഇടുമ്പോൾ ഉള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് അറിയാലോ. ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഞാൻ അങ്ങനെ പേള് ഒറ്റയ്ക്ക് അങ്ങനെ ഇടാറില്ല. എനിക്കത് അത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെയും നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് ആ പരസ്യത്തിൽ, അതായത് അതിന്റെ ആഡിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇയറിംഗ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ പുറകിൽ നമ്മൾ ആണി ഫിക്സ് ചെയ്യും. അങ്ങനെ. ഇനി അടുത്തത് ഇങ്ങനെ ഒരു റിങ്സ് ആണ്. പ്യുവർലി സിൽവർ ആണ്. ഇതിപ്പോ ജീൻസിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു സാധനമാണ്. ടീഷർട്ടിന്റെ ഒപ്പം പോവാറുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഒരു ഇയറിങ്സ് ആണ്. ഇങ്ങനെ ഒരു ഷേപ്പാണ്. താഴേക്ക് ഒരു വേറൊരു ലീഫ് ടൈപ്പ് കൂടിയാണ് കേട്ടോ. മോഡേൺ ആയിട്ടുള്ള എല്ലാ വേഷങ്ങളുടെയും കൂടെ ഈ റിങ് പോവും. ഇതൊന്നും സെപ്പറേറ്റ് ലിങ്കിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് ടെമോ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങളുടെ കൺട്രിയിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇയറിങ്സ്, റിംഗ് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മിക്ക സാധനങ്ങളും നിങ്ങൾക്ക് ടെമോയിൽ കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന്റെ റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് മുന്നേ കണ്ട ഇയറിങ്സ് അല്ല. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പേളിനെ കവർ ചെയ്തിട്ട് ആ ഒരു സ്റ്റോൺ ഷേപ്പ് ഫുള്ളി ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഹെഡ് പോർഷൻ പോലെ അതിനുണ്ട്. അതുപോലെ തന്നെ ഇത് 1 ലെയർ ആണ്. എൻ്റെ ഇതിന്റെ 1 ലെയർ, 2 ലെയർ, 3 ലെയർ എല്ലാം ഉണ്ട്. അപ്പം ഇത് നിങ്ങൾ ഇത് മുന്നേ കാണിച്ചല്ലേ എന്ന് വിചാരിക്കണ്ട. ഇത് മൂന്ന് ടൈപ്പാണ്. അതുപോലെ തന്നെ മറ്റേതൊരു റിംഗ് ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ബാക്ക് പോർഷൻസ് ഇങ്ങനെയാണ് കണ്ടോ? ഇടുന്നത് ഇങ്ങനെയാണ്. ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കുറച്ച് വലുതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പേളും മറ്റേ ഇതുങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വലുതാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങി കൂട്ടിയത് എന്റെ ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി. കാര്യം നമുക്കൊരു സെയിം ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇയറിംഗ് ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളല്ലോ. പിന്നെ എൻ്റെ അടുത്തുള്ളത് കുറച്ച് വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് ഞാൻ എൻ്റെ ഒരു റിസപ്ഷൻ ലുക്കിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനത് ഇവിടെ വെച്ച് മറന്നുപോയി കേട്ടോ. അങ്ങനെ എനിക്കിത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ ഇട്ട് കഴിയുമ്പോൾ ഈ അറ്റയറിന്റെ കൂടെ ഇത് എന്തായാലും പോകില്ല. പക്ഷെ എന്തായാലും ഒന്ന് ഇട്ട് കാണിക്കാം. ഇത്രയും ഹെവിയാണ് അത്. ഇനി വരെയുണ്ട്. ഇതിടുമ്പം ഇത് മാത്രമായിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇത് ആൽഡോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഏകദേശം ഒരു 35 റിയാലോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്തുള്ള ഇയറിംഗ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ജുമുക്കയാണ്. എനിക്ക് ജുമുക്കാസിനോട് ഭയങ്കര പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. മാത്രമല്ല ഈ ജുമുക്കയോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് അവൾ എനിക്ക് വാങ്ങി വെച്ചതിൽ 2 ഇയറിംഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ജുമുക്ക തന്നെയായിരുന്നു. ആ കമ്മലുകൾ വാങ്ങിയ കൂട്ടത്തില് ഒന്ന് ഗോൾഡ് ഷെയ്ഡും ഒന്ന് സിൽവർ ഷെയ്ഡുമാണ്. വാങ്ങിയ കൂട്ടത്തിൽ ഒന്നേ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ ഉള്ള സിൽവർ കരയുള്ള സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പം ഈ അറ്റേന്റെ കൂടെ ഇട്ട് കാണിച്ച് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഇത് വിയർ ചെയ്യുമ്പോൾ എത്രത്തോളം വലിപ്പം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടുമ്പോൾ അറിയാം. ഇതിപ്പോ ടീഷർട്ടിന്റെ കൂടെ ഞാൻ ഈ ഒരു സാധനം ഇട്ടുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകത്തില്ല. മാത്രമല്ല എന്റെ ഫേസ് ഇത്ര അടുത്ത് കാണുമല്ലേ, അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഫേഷ്യൽ ഹെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ വലിയ ഫീച്ചേഴ്സ് ഒന്നും ഉള്ള ആളല്ല ഞാൻ. ഈ ഒരു ജോലൈനൊന്നും പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷെ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഇൻസെക്യൂരിറ്റി ആയിട്ട് കുറച്ചും കൂടെ മാറിയിരിക്കുള്ളായിരുന്നു. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഇത് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്തിരി എഫേർട്ട് എടുക്കാം. ഓക്കെ കുഴപ്പമില്ല, കണ്ടോട്ടെ എന്നുള്ള ഒരു രീതിക്ക് നിന്നത്. അപ്പോൾ ഈ ഒരു ഇയറിംഗ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഹെവിയാണ് കേട്ടോ ഇത്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഇതിട്ട് കാണുമ്പോൾ. ഇങ്ങനെയല്ല, നമുക്കിപ്പോ സാരി അതല്ല
വേറെ എന്തെങ്കിലും അറ്റേഴ്സിന്റെ കൂടെ ഫംഗ്ഷൻസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. എനിക്ക് ജിമിക്കയോട് അല്ലെങ്കിലും പ്രത്യേക ഒരു കാര്യമുണ്ട് കേട്ടോ. എനിക്ക് നാട്ടിലൊക്കെ നല്ലൊരു ജിമിക്ക കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. മിനിമൽ ആയിട്ടുള്ള ലുക്ക് തരുന്ന റിങ്സ് തന്നെയാണ് ഞാൻ കൂടുതലും ഇവിടെ പ്രിഫർ ചെയ്യാറ്. അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മുക്കുത്തി കളക്ഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഡയമണ്ട് മുക്കുത്തികൾ ഉണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു സ്റ്റാർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷേപ്പ് ആയിട്ടുള്ള ഒരു മുക്കുത്തി ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഉള്ള ഒരു ഇയറിംഗ് ആണിത്. ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി ചെറുതാണ് കേട്ടോ. മൂക്കിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിന്റെ തണ്ടിന് ഇച്ചിരി നീളം കൂടുതലാണ്. അപ്പൊ മൂക്ക് ഇത്തിരി വലുതായവരെ ഈ മൂക്കുത്തിയായിട്ട് വാങ്ങിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇയറിംഗ്സ് ആയിട്ട് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഞാൻ ഇങ്ങനെ 3 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്കിപ്പോ ഇവിടെ 3 ഉണ്ടല്ലോ, അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് 3 സെറ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഫ്ലവർ ഷേപ്പ് ആണ് കേട്ടോ. 4 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ ഷേപ്പ് ആണ് ഈ ഒരു ഇയറിംഗ് വരിക. എന്തായാലും കാണിക്കുന്ന കൂട്ടത്തില് ഇത് എനിക്ക് ഇതുപോലെ തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അവളിത് എനിക്ക് കല്യാണത്തിന് കുറേ കമ്മലുകൾ കൊണ്ട് തന്ന കൂട്ടത്തിലുള്ള ഒരു കമ്മലാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇച്ചിരി ഹെവിയാണ്. ഒരു സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിന് ഭംഗിയുള്ളതാണ്. ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള അറ്റേഴ്സിന്റെ കൂടെ, അതായത് നമ്മുടെ ചുരിദാർ, കുർത്തീസ്, സാരീസിന്റെ ഒക്കെ കൂടെ പോകുന്ന ഒരു കമ്മലാണ്. ഇതും എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത കൂട്ടത്തിലുള്ള ഒരു കമ്മലാണ്, ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. ഇതൊന്നും ടീഷർട്സിന്റെ കൂടെ ഓക്കെ അല്ല, പക്ഷെ അല്ലാതെ കുർത്തീസും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് അതിന്റെ കൂടെ ഒക്കെ പോകും. നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആയിരുന്നു. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് പക്ഷെ പേളൊന്നും അല്ല, ഇതൊരു വേറൊരു മുത്താണ്. ഇതൊരു ഗോൾഡ് ഷെയ്ഡാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഒരു ലീഫ് മാതിരി. ഈ അറ്ററിന്റെ കൂടെ ഓക്കെ അല്ല, പക്ഷെ എന്നാലും ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെയാണ്, ഇച്ചിരി ഹെവി ലുക്കാണ് കേട്ടോ വരിക. ഇത് മാത്രം മതി, നമുക്ക് വേറെ ഓർണമെന്റ്സിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഇയറിംഗ്സിന്റെ കളക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഏകദേശം കാണിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മാലയാണ്. ഞാൻ കൂടുതലും എൻ്റെ നോർമലായിട്ടുള്ള ഈ ഒരു മാല മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ചെയിൻസ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ഇത് ഞാൻ സെറോസ്കിന്ന് വാങ്ങിയതായിരുന്നു. സെറോസ്കി നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ, പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അഫോർഡബിൾ അല്ല ഇത്. ഈ ഒരു മാല വന്നിട്ട് ഇതിങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ആങ്കേഴ്സിന്റെ ഒക്കെ കഴുത്തിൽ ഞാൻ ഈ മാല കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ. അതുപോലെ തന്നെ സെറോസ്കിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ നോർമലി വല്ല കടയിലും പോയി വാങ്ങിക്കുമ്പം ഒരു ഗോൾഡ് കളർ ചെയിൻ എടുക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ കളർ അങ്ങ് പോകും. പക്ഷേ സെറോസ്കിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഏത് കളറിലാണോ നിങ്ങൾ വാങ്ങിയത് അങ്ങനെ തന്നെ വർഷങ്ങളോളം നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇത് നാട്ടിൽ ഒരു 13,000, ഒരു 13,000 14,000 രൂപ വില ഉണ്ടാവും. ഞാനിത് ഇവിടുന്ന് എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്തായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ. എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പ്രീഷ്യസ് ആണ്. അമ്മ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു. പിന്നെ ഞാൻ ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കണോ എന്നൊക്കെ ഉള്ള എൻ്റെ ചിന്ത കാരണം മാറ്റി വെച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അമ്മ ഇത് എനിക്ക് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് തന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മാല മാത്രമേ ഞാൻ അങ്ങനെ ഇതിന് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ടെമുവിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ടെമു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള കൺട്രി ആണെന്നുണ്ടെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി നാട്ടിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ മീഷോയിലൊക്കെ ഈ ഒരു റിംഗ് ടൈപ്സ് ഇയറിംഗ്സ് അവൈലബിൾ ആണ്. ഏകദേശം ഇതിലെ ഒരു പകുതി സാധനങ്ങൾ എന്തായാലും അതിനകത്ത് ഉണ്ടാവും. ടെമുവിൽ നിങ്ങളിപ്പോ സെർച്ച് ചെയ്തു നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് തരാം, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം വരും. കമന്റ് ഫോർ ദ ലിങ്ക് എന്നോ സബ്സ്ക്രൈബ് ഫോർ ലിങ്ക് എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഞാനൊരു ചെറിയ വ്ളോഗറാണ്, വ്ളോഗ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അധികം ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.